ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ബി.ജെ.പി. നേതൃയോഗം ഇന്ന് തൃശൂരിൽ ചേരും. മുതിർന്ന നേതാക്കളെ മുൻനിർത്തി കൂടുതൽ സീറ്റ് പിടിക്കുക എന്നതാണ് ബി.ജെ.പിയുടെ ലക്ഷ്യം. അതേസമയം ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ പി.എസ്. ശ്രീധരൻപിള്ളയ്ക്ക് മേലും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സമ്മർദ്ദങ്ങൾ ചെലുത്തുന്നുണ്ട് എന്നും റിപ്പോർട്ടുകളുണ്ട്. കുമ്മനം രാജശേഖരൻ, സുരേഷ് ഗോപി എം പി, കെ.പി. ശശികല ടീച്ചർ എന്നിവരുടെ പേരുകളാണ് ഇപ്പോൾ മുൻനിരയിലുള്ളത്. അതേസമയം ശബരിമല വിഷയം ഉന്നയിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ബി.ജെ.പി. നടത്തിയ നിരാഹാര സമരം യോഗത്തിൽ ചർച്ചയാകുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാനായി ബി.ജെ.പി. നേതൃയോഗങ്ങൾ ഇന്ന് തൃശൂരിൽ ചേരും. മുതിർന്ന നേതാക്കളെ തന്നെ രംഗത്തിറക്കി പരമാവധി സീറ്റുകൾ നേടാനാണ് പാർട്ടിയുടെ ലക്ഷ്യം. കെ. സുരേന്ദ്രൻ, ശോഭാ സുരേന്ദ്രൻ, എൻ. രാധാകൃഷ്ണൻ, എം.ടി. രമേശ് എന്നീ ജനറൽ സെക്രട്ടറിമാർ മത്സരത്തുണ്ടാകുമെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. സംസ്ഥാന അധ്യക്ഷൻ പി.എസ്. ശ്രീധരൻപിള്ളയ്ക്ക് മേലും മത്സരിക്കാൻ സമ്മർദ്ദമുണ്ട്. പാർട്ടി ഏറെ പ്രതീക്ഷ അർപ്പിക്കുന്ന A+ മണ്ഡലങ്ങളായ തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും പ്രമുഖരുടെ നീണ്ട നിരയാണ് പരിഗണിക്കുന്നത്. കുമ്മനം രാജശേഖരൻ, സുരേഷ് ഗോപി എം പി, കെ.പി. ശശികല ടീച്ചർ തുടങ്ങിയവരുടെ പേരുകളാണ് ഇപ്പോൾ മുൻനിരയിലുള്ളത്. ആറ്റിങ്ങലിൽ ടി.പി. സെൻകുമാറിനെ ഉറപ്പിച്ചു കഴിഞ്ഞു. ശബരിമല കർമ്മസമിതിയുമായും ആലോചിച്ചാകും ബി.ജെ.പി. സാധ്യതാ പട്ടിക കേന്ദ്ര നേതൃത്വത്തിന് നൽകുക. 8 സീറ്റ് ചോദിച്ച BDJS-ന് 4 സീറ്റാകും നൽകുക. PC തോമസിന് കോട്ടയം നൽകും. ശബരിമല പ്രശ്നത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ സമരത്തെക്കുറിച്ച് യോഗം ചർച്ച ചെയ്യും. സമരം പൂർണ്ണ വിജയമായിരുന്നില്ല എന്ന ശ്രീധരൻപിള്ളയുടെ പ്രസ്താവനയ്ക്കെതിരെ മുരളീധര പക്ഷം വിമർശനം ഉന്നയിക്കാനിടയുണ്ട്. സമരത്തോട് മുഖം തിരിച്ച മുരളീധര വിഭാഗത്തിനെതിരെയും വിമർശനം വരാനിടയുണ്ട്. ആദ്യം കോർ കമ്മിറ്റിയും പിന്നീട് സംസ്ഥാന ഭാരവാഹികളുടെയും ലോക്സഭാ മണ്ഡലങ്ങളുടെ ഇൻചാർജുമാരുടെയും യോഗങ്ങളാകും ചേരുക. ന്യൂസ് ഡെസ്ക്, മലയാളം എക്സ്പ്രസ്.